ഈശ്വർ മാൽപ്പെ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കാരണം ഈ വെള്ളം ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ തെരച്ചിൽ സാധ്യമാവില്ല, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ സാധ്യമാവില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ സ്കൂബ ഡൈവേഴ്സ്, അതായത് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ സ്കൂബ ഡൈവേഴ്സ് 4 പേർ കൂടി എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സ്കൂബ ഡൈവേഴ്സും സംഘവുമുണ്ട്. ഇത് രണ്ടായിട്ട് തന്നെ തെരച്ചിൽ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ നാവികസേന കണ്ടെത്തിയിരിക്കുന്ന ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലായിരിക്കില്ല ഇന്നിപ്പോൾ ഈശ്വർ മാൽപ്പെ നടത്തുക. അതേസമയത്ത് ഇന്നലെ ഈ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ആ വശങ്ങളിൽ ചേർന്നുകൊണ്ടുള്ള ഒരു തെരച്ചിലായിരിക്കും ഇന്ന് രാവിലെ മുതൽ നടക്കുക എന്നാണ് ഈശ്വർ മാൽപ്പെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും രണ്ട് സ്കൂബ ഡൈവേഴ്സിൻ്റെ ടീമിൻ്റെ നേതൃത്വത്തിലും 2ആയി തന്നെ തെരച്ചിൽ നടത്താനുള്ള സാധ്യതയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ മുകൾ ഭാഗത്ത് ഇപ്പോൾ നാവികസേന കണ്ടെത്തിയ സ്പോട്ടിൽ ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുകയാണെങ്കിൽ അവിടെ മണ്ണിളകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ മുങ്ങിയുള്ള തെരച്ചിൽ സാധ്യമാവില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ പറയുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്, വളരെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. അതോടെ ഈ കാണാതായ ആളുകളെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നു. ആ രീതിയിലുള്ള ഒരു തെരച്ചിലായിരിക്കും ആദ്യഘട്ടത്തിലുണ്ടാവുക. ഏതായാലും ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തോടൊപ്പമുള്ള സംഘവും ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. അല്പസമയങ്ങൾക്കകം തന്നെ അവർ ഗംഗാവാലിപ്പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അഭിലാഷ്, ഇപ്പോൾ ഈശ്വർ മാൽപ്പയ്ക്ക് ഇറങ്ങുന്നതിന് മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. ചട്ടപ്രകാരം ഇറങ്ങാം, അതിനുള്ള അനുമതിയും ജില്ലാ ഭരണകൂടം കൊടുത്തു കഴിഞ്ഞു. 2 സംഘങ്ങളായി ഡ്രഡ്ജറിൽ നിന്നുള്ള സ്കൂബ സംഘവും ഒപ്പം ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽപ്പെട്ട സ്കൂബ ഡൈവേഴ്സും അല്പസമയത്തിനുള്ളിൽ ഈ ഗംഗാവലിയിലേക്ക് ഇറങ്ങും. പക്ഷേ പ്രധാനപ്പെട്ട തടസ്സമെന്ന് പറയുന്നത് ഇപ്പോൾ വേലി ഏറ്റ സമയമാണ്. 3 മണിക്ക് ശേഷമേ വെള്ളം അല്പമെങ്കിലും വലിയാൻ സാധ്യതയുള്ളൂ. നമ്മുടെ ഹിറ്റാച്ചിയുടെ കൈകൾക്കാവട്ടെ അത്ര വലിയ നീളത്തിൽ, അത്ര വലിയ ആഴത്തിൽ പോകാൻ കഴിയുകയുമില്ല. അതൊരു തടസ്സവുമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഈ കരയോട് ചേർന്നുള്ള പ്രദേശത്തായിരിക്കുമോ തെരച്ചിൽ നടക്കുക? ഇന്ന് രാവിലെ മുതൽ ആ രീതിയിലൊരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ 4 ഈ സ്കൂബ ഡൈവേഴ്സ് കൂടി ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾ ഇപ്പോൾ തന്നെ പുഴയിലേക്ക് മുങ്ങിയിട്ടുണ്ട്. അതായത് അവർ നേരത്തെ കണ്ടെത്തിയിരിക്കുന്ന ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നലുകൾ, അതായത് ഈ പരിശോധിച്ചാൽ നേരിട്ട് കാണാൻ കഴിയുന്ന ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു പരിശോധനയായിരിക്കും അവർ നടത്തുക എന്നുള്ളത് പറയുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭൂമിയിൽ, അതായത് ഇപ്പോൾ ഈ ഡ്രഡ്ജറിലുള്ള ഭൂമിന് ഏതാണ്ട് 15 അടിയോളം നീളം മാത്രമേ ഉള്ളൂ. അതിനടിയിൽ, അതായത് 20 അടിയോളം താഴ്ച ഈ ഭാഗത്തുണ്ട് എന്നാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേലിയേറ്റ സമയത്ത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള തെരച്ചിൽ സാധ്യമാവില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്.